ഒ.പി. 10.0യുടെ സെഷൻ 4ലേക്ക് എന്താണ് ഒഫീഷ്യലി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഇത്രയും ദിവസം സെഷൻസ് കണ്ടതുപോലെ തന്നെ നമ്മൾ 1, 2, 3 ഓരോ കാറ്റഗറി നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഓരോ സെഷൻസിലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോന്നിനെ കുറിച്ചുള്ള നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഓരോ ഒ.പി. നമ്മളുടെ 10.0 സെഷൻ 1 സെഷൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത്. ഫസ്റ്റില് എന്തായിരുന്നു നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇനോഗ്രൽ ഒരു സെഷൻ ആയിരുന്നു. സെക്കൻഡ് നമ്മള് ഐസ് ബ്രേക്കിംഗ് സെഷൻ വന്നു. തേർഡ് നമ്മള് ഇഗ്നോയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു സെഷൻ 4ൽ നമ്മൾ നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഡീകോഡിംഗ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ BF-TTM, അതായത് നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട്സ് പ്രത്യേകിച്ച് നമ്മളുടെ ഫസ്റ്റ് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി എത്ര വർഷത്തെ കോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വർഷം വരെ പഠിക്കാന്നൊക്കെ ഒരു ജനറൽ ഒരു ധാരണ നിങ്ങൾക്ക് കാണും. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിനെ എങ്ങനെ കവർ ചെയ്യണം, അതിന് എന്തെങ്കിലും ടൈം ടേബിൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ടൈം ടേബിൾ എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് മെന്റർ ത്രൂ ഒരു ഐഡിയ കിട്ടിക്കാണും. പക്ഷെ അതിനെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു സെഷനാണ് ഈ ഒരു സെഷൻ 4 സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ജസ്റ്റ് ഒരു ഐഡിയ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ആ ഒരു സെഷനിലോട്ട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ആണ്. BF-TTM എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന പ്രോഗ്രാം ആണ്. BF-TTM എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡാണ്. ഈ കോഴ്സ് എന്താണ്? കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്റ്റുകൾക്ക് പറയുന്ന പേരാണ്. അപ്പം ഈ കോഴ്സ് ഏതൊക്കെയാണ്, കോഴ്സ് കോഡുകൾ ഏതൊക്കെയാണ്, അതിനകത്ത് എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, ഏതൊക്കെ ബ്ലോക്കുകളാണ്, ഏതൊക്കെ യൂണിറ്റുകളാണ്, ഇങ്ങനെയുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡീകോഡിംഗ് സെഷൻ ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ത്രൂ ഔട്ട് നോക്കുന്നത്. then അതേപോലെ തന്നെ നമ്മുടെ ലേൺ വൈസ് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ റെക്കോർഡ് വീഡിയോസ് ഉണ്ട്, ഹെൽപ്പ് ബുക്കുകൾ, അതായത് നമ്മുടെ വാൻ നോട്ട്സ് ഉണ്ടല്ലോ, എക്സാം പീഡിയ EP എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ട്സ് ഉണ്ട്, അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, PYQA അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്, ഇവയെല്ലാം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സെഷൻസിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ്സ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം, അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് തരും. then അതേപോലെ തന്നെ ഈ അസൈൻമെന്റ്സ്, എക്സാംസ്, നമ്മുടെ സ്റ്റഡി സ്ലോട്ടുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ ഒരു ഔട്ട്ലൈൻ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരു എക്സാം സ്പെഷ്യലൈസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ്, അതായത് ടേം ആൻഡ് എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഹെൽപ്പ് തരുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ തരുന്നതായിരിക്കും. ഹാപ്പിനെസ് അംബാസഡർ സെഷൻ, അതായത് നമുക്കൊരു എക്സ്ട്രാ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസ് ആണ് അപ്സ്കില്ലിംഗ് ആക്ടിവിറ്റീസും ഹാപ്പിനെസ് അംബാസഡർ സെഷൻസും. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഒരു ഐഡിയ തരും. നമുക്ക് എല്ലാ സെഷൻസിലും കണ്ട പോലെ തന്നെ ആക്ഷൻ ടാസ്ക് ഇതിന്റെ ലാസ്റ്റിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത്, അതായത് BF-TTM എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത്. ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ 5 ലെയേഴ്സ് ആണ് പറയാം. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ പ്രോഗ്രാം, അതായത് പല ഇയേഴ്സ് ഉണ്ട്, പല സെമസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ജനറൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സെഷൻ ആയിരിക്കും നമ്മളുടെ മെയിൻ ആയിട്ട് സിലബസ് ഡീകോഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡീകോഡിങ് സെഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ സെക്കൻഡ് പറയുന്നത് നമ്മുടെ കോഴ്സസ്, അതായത് നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെ, സബ്ജക്റ്റിന്റെ കോഡ്, ടൈറ്റിൽ, അതിന് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സെഷൻസിനകത്തും കണ്ട അല്ലെങ്കിൽ പല സബ്ജക്റ്റുകളും എടുക്കുമ്പോൾ കണ്ടു കാണും. നമ്മൾ ഇപ്പൊ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോർ പേപ്പേഴ്സ് ഒക്കെയാണ് 6 ക്രെഡിറ്റ് എന്ന് നിങ്ങൾ സൈഡിൽ കണ്ടു കാണും, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ അവിടെ ഒക്കെ മാർക്ക് ചെയ്യും. 6 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓരോ ക്രെഡിറ്റും 30 അവേഴ്സ് ആണ്. 30 അവേഴ്സ് ആണ്, 30 അവേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു കോഴ്സിന് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു 6 ക്രെഡിറ്റ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എങ്കിൽ പർട്ടിക്കുലർ സബ്ജക്റ്റ് കവർ ചെയ്യാൻ നമ്മൾ 30 into 6 അവേഴ്സ് എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പാണ് ഈ ക്രെഡിറ്റ് എന്ന് സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കോർ പേപ്പേഴ്സ്, മെയിൻ പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ അവേഴ്സ് വേണ്ടി വരും. 6 ക്രെഡിറ്റ് ഉണ്ട്, 6 into 30 അവേഴ്സ് ആ ഒരു പോർഷൻ പഠിക്കാൻ അല്ലെങ്കിൽ സബ്ജക്ട് പഠിക്കാൻ എടുക്കേണ്ടി വരും. ഈ ഇലക്ടീവ് പേപ്പേഴ്സോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 4 ക്രെഡിറ്റേ കാണത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അതിന് 4 into 30 അവേഴ്സ് ആണ് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് കവർ ചെയ്യാൻ നമുക്ക് വേണ്ടി വരിക. അപ്പൊ അങ്ങനെ ക്രെഡിറ്റുകൾ, ഓരോ സബ്ജക്റ്റിന്റെയും ക്രെഡിറ്റ് എത്രത്തോളമാണ്,
ടാസ്കുകൾ എത്ര എണ്ണം ഉണ്ട് അങ്ങനെയുള്ള ഇൻ ഡീറ്റെയിൽ സ്റ്റഡീസും യൂണിറ്റുകളുടെ പേരും യൂണിറ്റുകളുടെ അതിന്റെ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ലേൺ വൈസ് മാപ്പ് വെച്ചിട്ട് യൂണിറ്റ് ബൈ യൂണിറ്റ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് എന്ന ഡീറ്റെയിൽസും അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ അതേപോലെ നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് തരുന്നതും പ്രോഗ്രാം ഗൈഡ് ബുക്ക് എല്ലാത്തിന്റെ ഒരു ഡീറ്റെയിൽ സെഷൻ ഇതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി മുന്നോട്ട് ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലാണ്. നമുക്ക് അറിയാം എന്താണ് 4 വർഷമുണ്ട് പല കോഴ്സസും, അതായത് നിങ്ങളുടെ 4 വർഷം 3 ഇയർ ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകളും സെമസ്റ്ററിലെ പേപ്പേഴ്സും ഒക്കെ ആയിരിക്കും. സെമസ്റ്റർ ഉണ്ട്, 2 സെമസ്റ്റർ ആണ്, 2 സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പറാണ് അങ്ങനെയുള്ള ഇൻ ഡീറ്റെയിൽ സ്റ്റഡി ആയിരിക്കും നോക്കുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഡീകോഡിംഗ് ഓഫ് DFTTM ആണ്. അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ 4 വർഷത്തിൽ നമുക്ക് 3 വർഷം എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിന് പേപ്പേഴ്സിലോട്ടാണ്. അപ്പം എന്റെ കൂടെ ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് എന്നെ പേരറിയായിരിക്കും, നിങ്ങൾക്ക് പലരുടെയും മെന്റർ ഞാനാണ്. അപ്പം എന്റെ പേര് സ്നേഹ എന്നാണ്, കൊമേഴ്സിലെ മെന്റർ ആണ്. എന്റെ കൂടെ ഇന്നത്തെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡീൽ ചെയ്യാൻ വേണ്ടി ലോജിഷ മാം ഉണ്ട്, ഹലീമ മാം ഉണ്ട്. എല്ലാവരെയും ഈ ഒരു സെഷനിലോട്ട് ഒന്നുകൂടി വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സിലബസ് ഡീകോഡിംഗ് സെഷൻ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കുറിച്ചൊന്നും സബ്ജക്റ്റുകളെ കുറിച്ച് പറയാൻ വേണ്ടി ലോജിഷ മാമിനെ വെൽക്കം ചെയ്യുകയാണ്. ഓവർ ടു ലോജിഷ മാം. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന സിലബസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം ഈ കോഴ്സിന്റെ സൈഡില് BTSC101 കൊടുത്തിരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും പറയാൻ ശ്രമിക്കുമ്പോൾ ആ കോഡും വിത്ത് സബ്ജക്റ്റും നമ്മൾ മാക്സിമം പറയാൻ നോക്കണം. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് അവൈലബിലിറ്റി എന്നുള്ളതിലാണ്. അതിൽ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പേപ്പറിന്റെ വീഡിയോ ക്ലാസ്സും അതുപോലെ തന്നെ SLM HB എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്ര അവേഴ്സ് കൊണ്ട് എത്ര ഇതുകൊണ്ട് തീർക്കും എന്നുള്ളതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ വന്നിരിക്കുന്നത് BTSC101 ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. അതിന്റെ ഫുൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിന്റെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത് 6 ആണ്. അടുത്തത് വരുന്നത് BTSC102 ടൂറിസം റിസോഴ്സസ് ഓഫ് ഇന്ത്യ ഫസ്റ്റ്, ഫുള്ളി അവൈലബിൾ ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ് 6. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജനറൽ പേപ്പർ ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. അതുപോലെ തന്നെ BED SB 101 വാല്യൂ എഡ്യൂക്കേഷൻ, അതും അവൈലബിലിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽസും റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതായാലും ഒരു കോമൺ പേപ്പർ തന്നെയാണ് വരുന്നത്. നമുക്ക് കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആയാലും വാല്യൂ എഡ്യൂക്കേഷൻ ആയതും. അടുത്ത പേപ്പർ വരുന്നത് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6. അടുത്തത് വരുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിൻ്റെതും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6. അടുത്തത് വരുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. അതിന്റെ മെറ്റീരിയൽസും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതിന്റെ ഫുൾ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അതുപോലെ തന്നെ BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. അതിന്റെയും ഫുൾ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് BCOS 185 ഓണ്ടർപ്രണർഷിപ്പ്. അതിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് സെയിം തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ് അത് വന്നിരിക്കുന്നത്. BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂഷൻ വന്നതാണ് കേട്ടോ.
അപ്പൊ ഇത്രയാണ് പേപ്പേഴ്സ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാം കോമൺ ആയിട്ടുള്ള നമുക്ക് പഠിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ്. എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് BPY-I-101 അപ്ലൈഡ് എത്തിക്സ്. അതിന്റെ മെറ്റീരിയൽസ് ഓൺലി ആൻഡ് ക്രെഡിറ്റ് 6. അതായത് അവൈലബിലിറ്റിയിൽ മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കില്ല, മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആകുന്നത്. അതാണ് മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് BABG-171 അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ ആൻഡ് മെറ്റീരിയൽസ് ഓൺലി, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6. അടുത്തത് വരുന്നത് BEGG-171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതിന്റെ മെറ്റീരിയൽസ് ഓൺലി ആൻഡ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ജനറൽ പേപ്പർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്തത് വരുന്നത് BPCG-171 ജനറൽ സൈക്കോളജി, അതിനെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അടുത്തത് വരുന്നത് BHIS-183 ട്രഡീഷൻസ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ക്രാഫ്റ്റ് ഇൻ ഭാരത്, മെറ്റീരിയൽസ് ഓൺലി ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ് ഇസ് 4. അടുത്തത് വരുന്നത് BSSS-183 ലൈഫ് സ്കിൽസ്, അതിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് BTTS-183 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മിഷൻ ട്രാൻസ്ലേഷൻ, അതിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് BCHS-183 ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ്, മെറ്റീരിയൽസ് ഓൺലി ആൻഡ് 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് BPCS-185 ആൻഡ് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ആൻഡ് മെറ്റീരിയൽസ് ഓൺലി അവൈലബിൾ ആൻഡ് ദെൻ ടോട്ടൽ ക്രെഡിറ്റ് ഇസ് 4. നെക്സ്റ്റ് വരുന്നത് BANS-183 ടൂറിസം ആന്ത്രപ്പോളജി, അതിന്റെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. ആൻഡ് അടുത്തത് വരുന്നത് BECS-184 ഡാറ്റ അനാലിസിസ്, അതിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് BMDG-171 ഡിസേബിലിറ്റി ആൻഡ് സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇതിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അതായത് ഇതിന്റെ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആയിരിക്കും. ആൻഡ് അവൈലബിലിറ്റിയിൽ മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് നിങ്ങളുടെ സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് സിലബസ് മാപ്പിംഗിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സസിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പൽസറി കോഴ്സ്, അത് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ്, സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള കോഴ്സ്, മൈനർ വൊക്കേഷണൽ കോഴ്സ്, ഇത്രയും ഉണ്ട്. അതിൽ കമ്പൽസറി കോഴ്സിൽ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. അതിന്റെ സൈഡിൽ BTSC-101 ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പറയുന്ന സമയത്ത് കോഡും കൂടി ആഡ് ഓൺ ചെയ്യണം എന്നുള്ളത്. അപ്പൊ കോഡ് അടക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷനും അതിന്റെ മീനിങ്, അതിന്റെ പേർപ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ്. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് എനി വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്നത് അതിൽ നിന്ന് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറയുന്നതാണ്, റിയാലിറ്റീസ് എന്ന് പറയുന്നത്. കോഡ് വരുന്നത് BSOG-171 എന്ന് പറഞ്ഞിട്ടാണ്. അടുത്തത് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, BPAG-171. അതായത് ഈ കോഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിലും നമുക്ക് 3 കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, BCOS-183 എന്നുള്ളതാണ് കോഡ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, BEGS-183 എന്നുള്ളതാണ് കോഡ് വരുന്നത്. അടുത്തത് വരുന്നത് ഇമോഷണൽ ഇന്റലിജൻസ്, BPCS-183 എന്ന് പറയുന്നതാണ് കോഡ്. അതായത് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്നുള്ളതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് കൊണ്ടാണ് അത് വേറെ തന്നെ ഒരു ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് മൈനർ വൊക്കേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിലും നമുക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS-186ഉം ഓൺടർപ്രണർഷിപ്പ് ആണ് രണ്ടാമത് വരുന്നത്, BCOS-185ഉം. അടുത്തത് വരുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BPAS-184 എന്നുള്ളതുമാണ്. ഇതിലും ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി.
അടുത്തത് വരുന്നത് നമ്മൾക്ക് അടുത്ത കമ്പൽസറി കോഴ്സസ് ആണ് വരുന്നത് നമ്മുടെ സെക്കൻഡ് സെമ്മിലെന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് BE 181 എന്നുള്ളതാണ് കമ്പൽസറി ആയിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് ടൂറിസം റിസോഴ്സസ് ഓഫ് ഇന്ത്യ ഫസ്റ്റ്, അതിന്റെ കോഡ് വരുന്നത് BTSC 102 എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ BEDSB 101. അതായത് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇത് നാലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈനർ വൊക്കേഷണൽ എന്ന് പറഞ്ഞിട്ട് എനി അതർ ദാൻ ഓപ്റ്റഡ് ഫോർ ആൻ സെമസ്റ്റർ 1, അതായത് നമ്മൾ സെമസ്റ്റർ 1 ഓപ്റ്റ് ചെയ്തതിന് അല്ലാതെ വേറെ ഒന്നും കൂടി ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്ന ഒന്നാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് BPAS 184 ആൻഡ് ഓൺടർപ്രണർഷിപ്പ് BCOS 185, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് BCOS 186. ഇതാണ് മൈനർ വൊക്കേഷണൽ കോഴ്സ് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് സെമ്മിലുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയ BTSC 101 ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. അതായത് നമുക്ക് ഇതിലെ ഓരോരോ ഇതിനെയും യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം. അതായത് ടൂറിസത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് 2 വരുന്നത് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 3 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടൻസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ടൂറിസം ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 4 വരുന്നത് ടൂറിസം റെഗുലേഷൻസ്, എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെഷർമെന്റ്സ്. ആൻഡ് യൂണിറ്റ് 6 പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും. യൂണിറ്റ് 7 പറയുന്നത് ടൂറിസ്റ്റ് അക്കോമഡേഷൻ ആൻഡ് ഇൻഫോർമൽ സർവീസ് ഇൻ ടൂറിസം. ആൻഡ് യൂണിറ്റ് 8 പറയുന്നത് സബ്സിഡറി സർവീസസ്, കാറ്റഗറീസ് ആൻഡ് റോൾസ്. ആൻഡ് യൂണിറ്റ് 9 പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ്, എംപോറിയംസ് ആൻഡ് ട്രേഡ് ഫെയർസിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 10 പറയുന്നത് ടൂർ ഗൈഡ്സ് ആൻഡ് എസ്കോർട്സ്. ആൻഡ് യൂണിറ്റ് 11 ഇന്ത്യാസ് ബയോഡൈവേഴ്സിറ്റി, ലാൻഡ്സ്കേപ്പ്, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി. യൂണിറ്റ് 12 പറയുന്നത് മാപ്പ് ആൻഡ് ചാർട്ട് വർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കവർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്തത്. യൂണിറ്റ് 13 അടുത്തത് പറയുന്നത് റോൾ ഓഫ് മീഡിയ ആൻഡ് ട്രാവൽ റൈറ്റിംഗ്. ആൻഡ് യൂണിറ്റ് 4 മൊണമെന്റ്സ് ആൻഡ് മ്യൂസിയംസ്. ആൻഡ് യൂണിറ്റ് 15 പറയുന്നത് ലിവിംഗ് കൾച്ചർ ആൻഡ് പെർഫോമിംഗ് ആർട്സ്. ആൻഡ് യൂണിറ്റ് 16 പറയുന്നത് റിലീജിയസ് ഓഫ് ഇന്ത്യ. യൂണിറ്റ് 17 പറയുന്നത് ടൂറിസം പോളിസിനെ പറ്റിയിട്ടും. യൂണിറ്റ് 18 പറയുന്നത് ലോക്കൽ ബോഡീസ് ആൻഡ് ടൂറിസം. ആൻഡ് യൂണിറ്റ് 19 പറയുന്നത് ടൂറിസം ഇമ്പാക്ട്. ആൻഡ് യൂണിറ്റ് 20 ത്രെറ്റ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിൽ കവർ ചെയ്യുന്നത്. മൊത്തം എങ്ങനെയാണ് നമ്മളുടെ ടൂറിസം, എന്തൊക്കെയാണ് അതിൽ വരുന്ന ക്രൈറ്റീരിയാസ്, നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്, ത്രെഡ്സ് എന്തൊക്കെയാണ്, ഇമ്പാക്ട് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ കോഡ് പറയുന്നത് BAE 181. ഇതാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ കോഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസും. ബ്ലോക്ക് 2 പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ പറ്റിയിട്ടുമാണ്. ബ്ലോക്ക് 3 പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ബ്ലോക്ക് 4 പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബ്ലോക്കിനെയും ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കണ്ടു ഓരോരോ ബ്ലോക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ആ ബ്ലോക്കിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ നോക്കുന്നത്. അതായത് ഒരു ബ്ലോക്കിനെ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ്. അതില് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ടും യൂണിറ്റ് 2 ആയിട്ടും യൂണിറ്റ് 3 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 2 പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടും യൂണിറ്റ് 3 പറയുന്നത് നമ്മുടെ മേജർ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അതായത് യൂണിറ്റ് 2ന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റത്തിനെ പറ്റി പറയുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്.
നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്, ലാൻഡ്, വാട്ടർ, അതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ബ്ലോക്കിൽ പറയുന്നത്. അതിന്റെ ബ്ലോക്കിനെ നമ്മൾ യൂണിറ്റ് 4 എന്നും 5, 6, 7 ഇങ്ങനെ 4 യൂണിറ്റ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് യൂണിറ്റ് 4 പറയുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസിനെ പറ്റിയിട്ടും, യൂണിറ്റ് 5 പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് റിസോഴ്സസിനെ പറ്റിയിട്ടും, യൂണിറ്റ് 6 പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടും, യൂണിറ്റ് 7 പറയുന്നത് നമ്മുടെ എനർജി റിസോഴ്സസിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അടുത്തത് കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ. നമ്മൾ ബ്ലോക്ക് 2 വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത് വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3യിൽ കിടക്കുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ് നമ്മുടെ ബ്ലോക്ക് 3ന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് 4 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, ത്രെറ്റ് ആൻഡ് കൺസർവേഷൻ. ദെൻ യൂണിറ്റ് 9 പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. നമുക്കിപ്പം അറിയാം, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്നാണ് പൊല്യൂഷന്റെ ഇതൊക്കെ. അപ്പൊ അതും അതിന്റെ വെല്ലുവിളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. യൂണിറ്റ് 10 പറയുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 11 പറയുന്നത് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. അടുത്ത ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതിനെ നമ്മൾ ബ്ലോക്കിന് 4നെ 3 യൂണിറ്റ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ലെജിസ്ലേഷനെ പറ്റിയിട്ടും, യൂണിറ്റ് 13 എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റിനെ പറ്റിയിട്ടും, യൂണിറ്റ് 14 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എത്തിക്സും ആണ്. ഇത്രയാണ് ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാല്യൂ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഇത് പറയുന്ന കോഡ് പറയുന്നത് BEDSB101 എന്നുള്ളതാണ് കോഡ്. അതില് ഓരോരോ ബ്ലോക്ക് നമുക്ക് ഇപ്പൊ കണ്ടു, നമ്മൾ ഇതിൽ 5 ബ്ലോക്ക് ഉള്ളത്. ആ ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സോഷ്യൽ മലൈസ് ആൻഡ് ദ നീഡ് ഫോർ ദ വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. മോറൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും മൊറാലിറ്റി കൺസെപ്റ്റിനെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 3യിലും നമ്മുടെ യൂണിറ്റ് 2ന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആണ് നമ്മൾ യൂണിറ്റ് 2 പറയുന്നതെങ്കിൽ യൂണിറ്റ് 3 അതിന്റെ ഡയമെൻഷൻസ് ആണ് പറയുന്നത്, ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് 4 പറയുന്നത് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി ആൻഡ് ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷനിൽ കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 പറയുന്നത് വാല്യൂസ് ആൻഡ് ട്രെൻഡ് ഇൻ ദ ഇന്ത്യൻ ഫിലോസഫിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. യൂണിറ്റ് 3 പറയുന്നത് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് വാല്യൂസ് ഫോർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 2 നമ്മൾ കവർ ചെയ്യുന്നത്. 4 യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 അടുത്തത് പറയുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ് ബ്ലോക്ക് 3. അതിൽ ഫസ്റ്റ് പറയുന്നത് തിയറീസ് ഓഫ് ഗുഡ്നെസ്സും, യൂണിറ്റ് 2 പറയുന്നത് തിയറീസ് ഓഫ് കണ്ടക്ട്, യൂണിറ്റ് 3 പറയുന്നത് റീസൺ ആൻഡ് ഇമോഷൻ ഇൻ ഹ്യൂമൻ കണ്ടക്റ്റും, യൂണിറ്റ് 4 പറയുന്നത് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റിയും ആണ്. അടുത്തത് ബ്ലോക്ക് 4 ആണ്. നമ്മൾ ബ്ലോക്ക് 3 വരെ നോക്കി. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. അതിൽ നമുക്ക് 4 യൂണിറ്റ് ആണ് ഉള്ളത്. യൂണിറ്റ് 1 പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷനും, യൂണിറ്റ് 2 പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടും, യൂണിറ്റ് 3 പറയുന്നത് വാല്യൂസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. യൂണിറ്റ് 4 പറയുന്നത് പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 4 വരെ വാല്യൂ എഡ്യൂക്കേഷനിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് ആണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നൈബർഹുഡ്. ആൻഡ് യൂണിറ്റ് 2 പറയുന്നത് സ്കൂൾ ആൻഡ് പിയർ. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് റോൾ ഓഫ് പാരന്റ്സ്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് വാല്യൂ എഡ്യൂക്കേഷൻ ബ്ലോക്ക് 5 പറയുന്നത്. ഇത്രയും നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് ഇതിൽ പറയുന്നത്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് അസൈൻമെന്റും കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിപ്പം
നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അല്ലേ? എന്തൊക്കെയാണ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ബ്ലോക്കുകൾ എങ്ങനെ, യൂണിറ്റുകൾ എങ്ങനെ എന്നൊരു ജനറൽ ഐഡിയ കിട്ടി. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മളുടെ അസൈൻമെന്റ്സ്. നമുക്കറിയാം ഓരോ സബ്ജക്റ്റിലും നമ്മൾ എക്സാം എഴുതണമെങ്കിൽ അതിന്റെ അസൈൻമെന്റ്സ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ ആയിരിക്കും ഇതിനകത്ത്. നമ്മളിപ്പോ ഒരു ഡിസംബറിലാണ് എക്സാം എഴുതുന്നതെന്ന് വെച്ചോ. ഒരു ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയമാകുമ്പോഴത്തേന് നമ്മൾ അതിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ജൂൺ സൈക്കിളിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് വരെ അങ്ങനെ നീണ്ടു പോകാറില്ല. ഏപ്രിൽ വരെയാണ് സാധാരണ നമ്മൾ. മെയ്യിൽ ഇൻ കേസ് എങ്ങാനും ഒരു എക്സ്റ്റൻഷൻ വന്ന് നമുക്ക് വെക്കാനൊരു ഡേറ്റ് കിട്ടിയെങ്കിലേ ഉള്ളൂ. ആ ഒരു ടൈം ലിമിറ്റ് ആണ് സാധാരണ നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനകത്ത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ പരീക്ഷ എഴുതണമെങ്കിൽ, ടേം ആൻഡ് എക്സാം എഴുതണമെങ്കിൽ അതിന്റെ ഒരു അസൈൻമെന്റ് കമ്പൽസറി ആയിട്ട് വെച്ചിരിക്കണം. കാരണം അസൈൻമെന്റ്സിന്റെ മാർക്കിനും മിനിമം മാർക്ക് ഉണ്ട് പാസ്സാകണം. അതും രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസൈൻമെന്റ്സ് വെച്ചിട്ടില്ല, അസൈൻമെന്റ്സിൽ പാസ് ആയിട്ടില്ല എങ്കിൽ നമ്മുടെ റിസൾട്ടിന്റെ അവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്നേ വരത്തുള്ളൂ. ഒരിക്കലും നമ്മൾ പാസ് ആകത്തില്ല, കംപ്ലീറ്റഡ് ആകത്തില്ല, നോട്ട് കംപ്ലീറ്റഡ് എന്നേ വരത്തുള്ളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൈൻമെന്റ് ഒരു സബ്ജക്റ്റിന് നമ്മളുടെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ടില്ല, ഈ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ യൂണിവേഴ്സിറ്റി പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം. യൂഷ്വലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്താണ്, ജാനുവരി സൈക്കിൾ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റേത് ജൂൺ സൈക്കിൾ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏപ്രിൽ എന്ന രീതിയിൽ നമ്മൾ അസൈൻമെന്റ്സ് വെക്കണം. ഇത് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നോർമലി ചോദിക്കുന്നത്. സാധാരണ ക്വസ്റ്റ്യന് ആൻസർ എഴുതത്തില്ലേ, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ആ ഒരു വേയിലാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ്സും എഴുതുന്നത്. അത് യൂണിവേഴ്സിറ്റി തരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണും. അതായത് അപ്ഡേറ്റഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. വേറൊന്നുമില്ല. നമ്മൾക്ക് പല ആൾക്കാരും നമ്മളെ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, എഴുതാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഹാൻഡ് റിട്ടൺ ഫോമിൽ A4 ഷീറ്റ് പേപ്പറെ 4 സൈഡും ബോർഡർ വരച്ചിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് നമ്മൾ നമ്മുടെ അസൈൻമെന്റ്സ് വെക്കേണ്ടത്. ടൈപ്പ് ചെയ്തല്ല, PDF ഫോമിലല്ല, നമ്മൾ ഹാൻഡ് റിട്ടൺ ഫോമിലാണ് വെക്കേണ്ടത്. ഇനി ഹാൻഡ് റിട്ടൺ ഫോമിൽ വെക്കുമ്പോൾ തന്നെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം വേറൊന്നുമല്ല, സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇൻ കേസ് അവിടെ നിന്നെങ്ങാനും മിസ്സായി അല്ലെങ്കിൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഒരു എവിഡൻസ് എന്ന പോലെ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുക. ഒന്നെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ട് ഫോട്ടോ എടുത്തോ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഒരു എവിഡൻസ് എന്ന രീതിയിൽ സൂക്ഷിക്കുക. ദെൻ അതേപോലെ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്, നമുക്ക് സ്ലിപ്പ് കിട്ടും, അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും സബ്മിഷൻ സമയത്ത്. ആ ഒരു സ്ലിപ്പും സ്റ്റഡി സെന്റർ കോർഡിനേറ്ററിന്റെ കയ്യിൽ നിന്ന് സീൽ ചെയ്ത് അല്ലെങ്കിൽ സൈൻ ചെയ്ത് മേടിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ദെൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ്, അല്ലാതെ ഇഗ്നോ സ്റ്റഡി സെന്ററിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് ഇത് വാല്യൂ ചെയ്യുന്നത്. ഒരു വാല്യൂ ചെയ്ത് അങ്ങനെ കിട്ടുന്ന അസൈൻമെന്റ്സിനെ നമ്മൾ TMA, ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് വാല്യൂ ചെയ്ത് കഴിഞ്ഞ അസൈൻമെന്റ്സിനെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് TMA എന്ന് പറയും. അപ്പൊ TMA ഇത് പാസ്സായാൽ, അതായത് ആ ഒരു അസൈൻമെന്റ്സ് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അതിന് പാസ്സായെങ്കിൽ മാത്രമേ ആ ഒരു അസൈൻമെന്റിന്, അതായത് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് പറയുന്നുണ്ട് അതിനകത്ത് കണ്ടോ, 35% ആൻഡ് എബോവ്. ഒരു പർട്ടിക്കുലർ അസൈൻമെന്റിന് 35% അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടെങ്കിലേ നമ്മൾ പാസ്സാകത്തുള്ളൂ. അപ്പൊ ട്യൂട്ടർ മാർക്കായിട്ട് നമുക്ക് അസൈൻമെന്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് കിട്ടും. വേണമെങ്കിൽ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നമുക്കത് റിട്ടേൺ മേടിക്കാം. ട്യൂട്ടർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് റിട്ടേൺ മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ജനറൽ ഒരു രീതി അനുസരിച്ച് ഇപ്പൊ കണ്ടുവരുന്നത് സ്റ്റഡി സെന്റേഴ്സ് സാധാരണ 1 മന്ത് കൊണ്ടൊന്നും നോക്കി തീരാറില്ല. അവർ നമ്മുടെ യൂണിവേഴ്സിറ്റി റിസൾട്ടിന്റെ കൂടെയൊക്കെയാണ് ഏകദേശം അതിന്റെ മാർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് എല്ലാം സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അസൈൻമെന്റ്സിന്റെ കാര്യം എപ്പോഴും സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. കാരണം അവരാണ് അത് നോക്കുന്നത്, അവരാണ് അതിന്റെ മാർക്ക് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഡൽഹിക്കോ അല്ലെ വേറെ എവിടെയോ RC പോയല്ല, സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ് അസൈൻമെന്റ്സിന്റെ മാർക്കും അസൈൻമെന്റ്സിന്റെ സബ്മിഷൻ ഡേറ്റും എല്ലാം വരുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് 35% അസൈൻമെന്റ്സിന് കിട്ടിയില്ല എന്ന് വെച്ചോ,
അപ്പൊ കിട്ടാത്ത സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു അസൈൻമെന്റിന് ഫെയിൽ ആവുകയും ആ ഫെയിൽ ആയ പേപ്പർ നമ്മൾ വീണ്ടും അസൈൻമെന്റ്സ് റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ക്ലിയർ ആയല്ലോ? അസൈൻമെന്റ്സിന്റെ കേസിൽ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഓരോന്ന് വെച്ച് വെക്കണം. ഇനി ആ വെക്കുന്നതിന് 35% മാർക്ക് കിട്ടിയാലേ ജയിക്കത്തുള്ളൂ. അത് വെക്കേണ്ട ഒരു ടൈം ലിമിറ്റ് പറഞ്ഞു. എപ്പോഴാണ് ഡിസംബർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വെക്കുക. അതേപോലെ തന്നെ ജൂൺ എക്സാം ആണെങ്കിൽ ഏപ്രിൽ സമയത്ത് നമ്മൾ വെക്കേണ്ടി വരും. ഇത് പാസ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ്. ഇത്രയുമാണ് അസൈൻമെന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാംസ് ആണ്. ടേം ആൻഡ് എക്സാംസ് എന്ന് പറയുന്നത് ടിഇ എന്ന് പറയും. ടേം ആൻഡ് എക്സാംസ് സാധാ എക്സാം. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാംസിന് നമ്മൾ ടി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ജനറലി നമുക്ക് 2 പ്രാവശ്യമാണ് ഒരു ഇയറിൽ എക്സാംസ് നടക്കുന്നത്. ജൂണിലും എക്സാംസ് ഉണ്ട്, ഡിസംബറിലും എക്സാംസ് ഉണ്ട്. 2 തവണയാണ് യൂണിവേഴ്സിറ്റി എക്സാംസ് വരുന്നത്. അപ്പൊ നമുക്ക് അസൈൻമെന്റ്സിന് മാർക്ക് പാസ്സായാൽ അല്ലെങ്കിൽ അസൈൻമെന്റിന് മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ഉണ്ട്. പക്ഷെ എന്റെ മാർക്ക് സാധാരണ ഡിലേ ആകുന്നത് കൊണ്ട് നമ്മൾ എക്സാം ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു അല്ലെ സബ്മിറ്റ് ചെയ്യാമെന്ന് നമുക്കൊരു ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട് എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ടേം ആൻഡ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പോലും. അപ്പൊ അത്രത്തോളം അസൈൻമെന്റ്സ് ഈ ടിഎ എക്സാമുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മാർക്കുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ടിഇ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഡിസംബർ എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ സൈക്കിളിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരും. ഒരു 30-ന് മുമ്പായിട്ടൊക്കെ സെപ്റ്റംബർ 30-ന് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ജൂൺ എക്സാം ആണെങ്കിൽ ഏകദേശം ഒരു മാർച്ച് 31 ആണ് വരുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഇത് ഫിക്സഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി ഓരോ സമയത്ത് എക്സ്റ്റൻഷൻസ് ഒക്കെ കിട്ടും. നമുക്കിപ്പോ തന്നെ അറിയാമല്ലോ, അഡ്മിഷന്റെ കേസിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ ഒരു 15-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സ്റ്റൻഷൻസ് സാധാരണ കിട്ടാറുണ്ട് നമ്മളുടെ ഈ ഒരു ടേം ആൻഡ് എക്സാമിന്റെയും ആപ്ലിക്കേഷന്റെ സമയം വരുമ്പോൾ. ഓൺലൈനായിട്ട് തന്നെ വരുന്ന കറക്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതനുസരിച്ച് ജോയിൻ ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യും. ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ആപ്ലിക്കേഷന് വേണ്ടുന്ന ഹെൽപ്പും അസിസ്റ്റൻസും എല്ലാം തരുന്നതാണ്. അതിന്റെ ഹെൽപ്പ് ഡെസ്കും എല്ലാം അന്നേരം ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി ദെൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഒരു മിനിമം മാർക്ക് ഉണ്ട്. 35% ആണ്. അതായത് തിയറിക്കും നമുക്ക് എത്ര കിട്ടണം? 35% മാർക്ക് കിട്ടിയാലേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് നമ്മൾ പാസ് ആകത്തുള്ളൂ. അപ്പൊ പാസ് ആകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ 35% വേണം. ഇനി 35% മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ്, ആ ഒരു സബ്ജക്റ്റിന് നമ്മൾ ഫെയിൽ ആകുന്നു. ഫെയിൽ ആയി കഴിഞ്ഞാൽ റീറൈറ്റ് ചെയ്യണം. അതായത് നമ്മൾ വീണ്ടും എക്സാം എഴുതി പാസ്സാക്കണം. ഇത്രയുമാണ്. അതായത് നെക്സ്റ്റ് ഇപ്പൊ ഡിസംബർ സൈക്കിളിലാണ് നമ്മൾ ആ പേപ്പറിന് പാസ്സാകാതെ വന്നെങ്കിൽ അടുത്ത ജൂൺ സൈക്കിൾ ആകുമ്പോൾ നമ്മൾ ആ പേപ്പർ എഴുതിയെടുക്കുക. അങ്ങനെ മാത്രം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ടേം ആൻഡ് എക്സാം അസൈൻമെന്റ്സിന്റെ കേസിൽ. ഇനി ഫൈനൽ റിസൾട്ട് നമ്മുടെ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാ വരുന്നത്? അസൈൻമെന്റിന് കിട്ടുന്ന മാർക്കിനെയും ടേമിന് കിട്ടുന്ന മാർക്കിനെയും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും നമ്മുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ അസൈൻമെന്റിന്റെ മാർക്കിനെയും ടേമിന്റെ മാർക്കിനെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ല. അസൈൻമെന്റ് മാർക്കിനും അതിന്റേതായ രീതിയിൽ, അതായത് 30% എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ സപ്പോസ് നമുക്ക് 100-ൽ എത്ര മാർക്കാണോ കിട്ടുന്നത് അസൈൻമെന്റ്സിന്, അതിനെ 30-ലോട്ട് കൺവേർട്ട് ചെയ്യും. ടേം ആൻഡ് എക്സാമിന് കിട്ടുന്ന മാർക്കിനെ 70-ലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഔട്ട് ഓഫ് 100 ആക്കും. ഒന്നുകൂടെ പറയാം. ഇപ്പൊ സപ്പോസ് അസൈൻമെന്റിന് നമുക്ക് 50 മാർക്ക് കിട്ടിയെന്ന് വെച്ചു. 100-ൽ 50 മാർക്ക് കിട്ടി അസൈൻമെന്റിന്. അപ്പം 50/100 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ 30-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 50/100 into 30 ചെയ്യും. ആ കിട്ടുന്ന മാർക്കായിരിക്കും നമുക്ക് അസൈൻമെന്റിന് കിട്ടിയിരിക്കുന്നത്. ഇനി ടേം ആൻഡ് എക്സാമിന് കിട്ടിയിരിക്കുന്നത് നമുക്കൊരു 60 മാർക്ക് ആണെങ്കിൽ 60/100 ആണ് ടേം ആൻഡ് എക്സാമിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 60/100-നെ നമ്മൾ 70-ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 60/100 into 70 ചെയ്ത് 70-ലുള്ള മാർക്ക് കണ്ടുപിടിച്ചു. അങ്ങനെ കമ്പൈൻ ചെയ്തായിരിക്കും മാർക്ക് കിട്ടുന്നത്. വേറൊന്നും അല്ല, ടേം ആൻഡ് എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ. അതായത് വെറുതെ അസൈൻമെന്റിന്റെ മാർക്ക് മാത്രം നമ്മുടെ സബ്ജക്റ്റിൽ ആഡ് ചെയ്ത് വെക്കാനല്ല. ഇപ്പൊ രണ്ടും 100-ലാണ്. 100 200-ലല്ല നമ്മുടെ മാർക്ക് വരുന്നത്. 100-ലോട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് അസൈൻമെന്റിന്റെ മാർക്കിനെ അവർ 30-ലോട്ടും ടേമിന്റെ മാർക്കിനെ അവർ 70-ലോട്ടും കൺവേർട്ട് ചെയ്ത് അങ്ങനെ ഔട്ട് ഓഫ് 100 എന്ന രീതിയിലാക്കുന്നു. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഇതാണ് അസൈൻമെന്റ്സ് ടേം ആൻഡ് എക്സാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇനി നമുക്കിത് പഠിക്കാനുള്ള കാര്യത്തിൽ കുറെ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഇപ്പം ഓൺ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു ഏകദേശം അറിഞ്ഞു കാണും.
നമുക്ക് എന്തുണ്ട്, യൂണിറ്റുകളും റിസോഴ്സസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ട് അല്ലെ, വാല്യൂ ആഡഡ് നോട്ട് ഉണ്ട്. പഠിക്കുന്ന സമയത്ത് ഈ റെക്കോർഡഡ് ലെക്ചേഴ്സും വാനും ഒരേപോലെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോർഷൻസും കാര്യങ്ങളും തീർക്കാൻ പറ്റും. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SLM, അതായത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. നമ്മുടെ ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി അത് തറവായിട്ട് ഗോ ത്രൂ ചെയ്യുക. അതായത് നമ്മളുടെ ടെക്സ്റ്റ് നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ വായിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ദെൻ അതേപോലെ തന്നെ എക്സാം പീഡിയാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രീവിയസ് ഇയേഴ്സിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ആൻസർ ചെയ്യണം, അതായിരിക്കും ആ എക്സാം പീഡിയക്കകത്ത് പറയുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് പഠിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, വാൻ ഉണ്ട്, SLM ഉണ്ട്, എക്സാം പീഡിയ ഉണ്ട്. ഈ 4 മതിയല്ലോ നമുക്കൊരു യൂണിറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ. ആ രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാസ്റ്റ് ട്രാക്ക്. ഫാസ്റ്റ് ട്രാക്ക് പാത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് ഇൻ കേസ് നമ്മൾ ഒരു എമർജൻസിയിലാണ്, അതായത് നമുക്ക് ചിലപ്പോ ബിസി വീക്ക് ആയിരിക്കാം. എല്ലാ സമയത്തും നമ്മൾ ഒരേപോലെ ടൈം കിട്ടണമെന്നില്ലല്ലോ, നമുക്ക് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ. അപ്പൊ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും തിരക്ക് വരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബിസി വീക്കാണ്, 1.25 സ്പീഡ് ഇട്ട്, അതായത് നമ്മളൊരു നോർമൽ സ്പീഡ് ഇട്ടിട്ട് ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടി വീഡിയോസ് കാണുക. അതായത് 1 മണിക്കൂർ എടുക്കുന്ന ക്ലാസ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ 15 മിനിറ്റ് നമുക്ക് അത്രയും സ്പീഡിൽ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നതാണ് എന്ന് കേൾക്കുന്നതും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നതാണ് എന്ന് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ നമുക്കൊരു ബിസി വീക്ക് ആണെങ്കിൽ ഒരു ചെറിയ സ്പീഡ്, അതിനാണ് 1.25 എന്ന് പറയുന്നത്. അതായത് ഒത്തിരി സ്പീഡ് അല്ല, ചെറിയൊരു സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ആ വീഡിയോസ് കാണാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് ആണ്, വാല്യൂ ആഡഡ് നോട്ട്, ഷോർട്ട് നോട്ട്സ് വരുന്ന ഒരു ബുക്കില്ലേ. അപ്പൊ ആ ഒരു ഫയലും കൂടി നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. അതായത് ബിസി വീക്ക് ആണ്, എനിക്കിത് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാതെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സും വാല്യൂം കൂടെ നോക്കി പോർഷൻസ് നല്ല പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ട്രാക്ക് പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എക്സാമോട് എടുത്തു. മറ്റേത് നമ്മൾ ഒരാഴ്ചയിൽ ബിസിയാണ്, നോർമൽ ലൈഫിലെ ബിസിയാ പറഞ്ഞത്. പക്ഷെ ഇത് അങ്ങനല്ല. നമുക്ക് എന്താണ്, പരീക്ഷയോട് എടുത്തപ്പോ നമുക്ക് എന്തോ കുറെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറെ ഒന്നും എത്തിപ്പെടുന്നില്ല, തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എങ്ങനെ കവർ ചെയ്യണം എന്നൊക്കെയുള്ള ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് എക്സാം പീഡിയ നോക്കുക. അതായത് ഓരോ യൂണിറ്റുകളിലുള്ള എക്സാം പീഡിയ നോക്കുക. പ്രീവിയസ് ഇയർസിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ളതിന്റെ ബേസിലല്ലേ എക്സാം പീഡിയ വരുന്നത്. ഈസി വെച്ചിട്ട് പോർഷൻ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ 2022 തൊട്ട് കറന്റ്ലി നടന്ന എക്സാം വരെ, അതായത് ഇപ്പൊ ഡിസംബർ എക്സാമിലോട്ടുള്ളതാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ജൂൺ എക്സാം വരെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ വരുന്നത്, PYQA വരുന്നത്. അപ്പം ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ പാറ്റേൺ അല്ലേ. ഇപ്പൊ എൻവയോൺമെന്റ് സ്റ്റഡീസിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. OMR ഷീറ്റ് ബബിൾ ചെയ്ത് മതി. പിന്നെ വാല്യൂ ഡിവിഷൻ വരുമ്പോ തിയറി ആണ് വരുന്നത്. അങ്ങനെ ഓരോ ഇത് വരുന്ന സമയത്ത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. പിന്നെ കേസ് സ്റ്റഡീസ് ചോദിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്ന സബ്ജക്റ്റുകൾ കാണും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറഞ്ഞുകൊണ്ടാണോ, ഷോർട്ട് ആൻസേഴ്സ് ആണ് കൂടുതൽ ചോദിക്കുന്നത്, അതോ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള ഒരു ജനറൽ ഐഡിയ ഈ PYQA നിന്ന് കിട്ടും. അപ്പൊ ആ ഒരു സ്റ്റഡി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് നോക്കി പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അതിന്റെ വാനോ വീഡിയോ ക്ലാസ്സസോ നോക്കി ആ പോർഷൻ കവർ ചെയ്യാൻ നോക്കുക. അപ്പം ആ എക്സാം ഓറിയന്റഡ് എന്ന രീതിയിലുള്ള ഒരു പഠിത്തം നമുക്ക് നടത്താൻ പറ്റും. അതായത് നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള പഠിത്തം വേണം മുന്നോട്ട് പോയാൽ. ഇനി അത് നോക്കുന്ന സമയത്ത് ചില കൺസെപ്റ്റുകൾ തീരെ മനസ്സിലാകുന്നില്ലെന്ന് വെച്ചോ, ഒട്ടും തലയിൽ കയറുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്തോ ഷോർട്ട് നോട്ട്സ് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ പർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്തിട്ട് അതിന്റെ യൂണിറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുമല്ലോ.
ഇപ്പൊ PYQ പറയുമ്പോൾ അത് ഇന്ന യൂണിറ്റിൽ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പൊ ആ യൂണിറ്റിന്റെ മാത്രം ഡയഗ്രാമോ ഡെഫിനിഷൻസോ എന്തെങ്കിലും വാനിനകത്തുണ്ടെങ്കിൽ അത് നോക്കുക. ഇനി അത് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് സ്ലോലി കേട്ട് നോക്കുക. അതായത് യൂണിറ്റിന്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ലെസണിന്റെ മൊത്തത്തിലുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല അപ്പൊ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആ മനസ്സിലാകാത്ത ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡഡ് വീഡിയോസ് കണ്ടു നോക്കുക. എന്നിട്ട് അതിന്റെ EP അല്ലെങ്കിൽ എക്സാം പീഡിയ നോക്കുക. അതായത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇത് ഇത്രയുമാണ് ഫാസ്റ്റ് ട്രാക്ക് പാത്തിൽ നമ്മൾ കണ്ടത്. നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള സ്റ്റഡി സ്റ്റാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. റെക്കോർഡഡ് ലെക്ചേഴ്സിൽ നമ്മൾ ഓരോ യൂണിറ്റിന്റെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് ആണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയതായിട്ട് സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നോക്കുക. ഇപ്പൊ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും നിങ്ങൾ അങ്ങനെ കാണാറില്ല. ഇപ്പം വാട്സപ്പിൽ മെസ്സേജുകൾ കിട്ടുമ്പോൾ പോലും നിങ്ങൾ ഒന്ന് 2x ഇട്ടും അല്ലെങ്കിൽ 0.5 ഇട്ടും 1.5 ഇട്ടും പല രീതിയിലല്ലേ നമ്മൾ വോയിസ് ഓരോ പ്രാവശ്യം കേൾക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ വീഡിയോസും എന്ത് ചെയ്യുക, നമ്മുടെ അങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് കാണാൻ നോക്കുക. എന്നിട്ട് അതിനകത്ത് ബാക്കി എന്താണ് കുറച്ച് കീവേഡ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊന്ന് പോസ് ചെയ്ത് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. അതായത് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എന്താണ് എല്ലാം നോക്കി SL9 ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒത്തിരി ഡീപ്പായിട്ടുണ്ട്. അതല്ലാതെ അതിന്റെയൊക്കെ ഷോർട്ട് പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ നോട്ട്സ് എന്ന രീതിയിലായിരിക്കും വാല്യൂ ആഡഡ് നോട്ടിനകത്ത് വരുന്നത്. അതിനകത്ത് ജസ്റ്റ് ഒരു യൂണിറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ അതിന്റെ കീ ടേംസ് എന്തൊക്കെയാണ്, ഷോർട്ട് എക്സാമ്പിൾസ്, അതൊക്കെ ആയിരിക്കും ഈ ഒരു വാല്യൂ ആഡഡ് നോട്ടിനകത്ത് മെയിൻ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. EP നമ്മൾ ഓൾറെഡി പറഞ്ഞു. EP എന്താണ്, എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. പ്രീവിയസ് ഇയേഴ്സിൽ ഈ ലെസണിൽ നിന്ന് ഏതെങ്കിലും പോർഷൻ വന്നിട്ടുണ്ടോ, അതെങ്ങനെയാണ് എന്ന കാര്യങ്ങളായിരിക്കും EPക്കകത്ത് പറയുന്നത്. EPയുടെ വെച്ചിട്ട് നമുക്ക് ഒരു ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർഷൻസ് ഒരു ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കോർ സ്റ്റഡി ചെയ്യുക. അതായത് നമുക്ക് മെയിൻ ഇതിനകത്ത് എന്തുണ്ട്, അസൈൻമെന്റ് ഉണ്ട് അല്ലെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ. ആ അസൈൻമെന്റിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പല ഡൗട്ടുകൾ കാണും. അപ്പൊ ഡൗട്ടുകൾ വരുമ്പോൾ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് ഏതാണോ വരുന്നത് അതനുസരിച്ചുള്ള നിങ്ങൾ ഗൈഡ് ബുക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ആപ്പിൽ സ്റ്റോറിനകത്ത് അവൈലബിൾ ആകും. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് തരികയും പ്രോപ്പറായിട്ട് അത് എന്താണ് ഇവിടെ PDF ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. പക്ഷെ അതിന്റെ ഗൈഡ് ബുക്ക് ആപ്പിലായിരിക്കും അവൈലബിൾ. PDF അല്ല, ആപ്പിലായിരിക്കും ഗൈഡ് ബുക്ക് അവൈലബിൾ ആക്കുക. പിന്നെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് അസൈൻമെന്റ്സ് എഴുതേണ്ടത്. ഇപ്പൊ A4 ഷീറ്റ് പേപ്പർ 4 സൈഡും ബോർഡർ വരച്ച് 1 സൈഡ് എഴുതാവൂ, സ്കെച്ചും മാർക്കറും യൂസ് ചെയ്യരുത്, വൈറ്റ്നർ യൂസ് ചെയ്യരുത്, അങ്ങനത്തെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അന്നേരം ഒന്നുകൂടെ പറഞ്ഞുതരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനകത്ത് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ മെന്റർഷിപ്പ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിളിനകത്ത് കാണാൻ പറ്റും. ഇനി നമ്മളുടെ ഒരു പർട്ടിക്കുലർ ബ്ലോക്കുകൾ യൂണിറ്റുകളും തീരാനുള്ള ഒരു സമയമുണ്ട്. അത് കഴിയുന്ന സമയത്ത് അതിന്റെ ലൈവ് സെഷൻസ് റിവിഷൻ ക്ലാസ് ആയിരിക്കും നമുക്ക് ലൈവായിട്ട് വരിക. ഇനി ഇൻ കേസ് നമുക്ക് എക്സാം സ്പെഷ്യൽസോ റിവിഷൻ ക്ലാസ്സോ എല്ലാം നമുക്ക് ലൈവായിട്ടായിരിക്കും, സൂമിലായിരിക്കും വരുന്നത്. ഇതുപോലെ ലിങ്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ലിങ്ക് ത്രൂ കാണാവുന്നതാണ്, അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ റെക്കോർഡ്സും നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. റെഫർ ചെയ്യാൻ വേണ്ടി അതും അവൈലബിൾ ആക്കുന്നതായിരിക്കും. IGNOU മോഡൽ എക്സാംസ്, നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. സാധാരണ നമുക്ക് എന്താണ് എക്സാം അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ. അപ്പൊ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കവർ ചെയ്യും. അത് എങ്ങനെയാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നത് അതേപോലെ തന്നെ സെയിം ത്രൂ സൂം ആണെന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിന്റെ ആപ്ലിക്കേഷന് വേണ്ടുന്ന നോട്ടിഫിക്കേഷൻസ് തരികയും അതിന് വേണ്ടുന്ന അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലാണ്. നമ്മളുടെ ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ട്രെസ് റിലീസിന് വേണ്ടി തരുന്നതാണ് ഈ ഒരു
ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് അല്ലേ? കാരണം പല ജോലിയുടെ ഇടയ്ക്കോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയുടെ ഇടയ്ക്കാണല്ലോ നമ്മൾ ഈ ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്. അപ്പം അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് റിലീഫിന് വേണ്ടി ഹാപ്പിനെസ് അംബാസഡർ സെഷൻ 1-to-1 സെഷൻ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ എന്താണ് നമുക്കൊരു കൗൺസിലർ ആയിരിക്കും, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആരേലും ആയിരിക്കും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഹാപ്പിനെസ് അംബാസഡർ മീറ്റിംഗ്സ് വെക്കാറുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള മൈൻഡ് റിലാക്സിന് വേണ്ടുന്ന അതുപോലത്തെ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ഇഇപി, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഇഇപി എന്ന് പറയുന്ന സെഷൻ നമ്മൾ വെക്കുന്നത്. അതായത് ഒന്ന് ചിലർക്ക് അറിയാം, പക്ഷെ ചിലത് യൂസ് ചെയ്യാൻ വേർഡ്സ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി ഒന്നുകൂടെ കൂട്ടണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഇപി സെഷൻസ്. ഇപ്പം കറന്റ് നമുക്ക് 2 സീസൺ കഴിഞ്ഞു. ആ സീസൺ റെക്കോർഡ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് സ്റ്റോറിൽ. ദെൻ നമുക്ക് കരിക്കുലർ ഇവന്റ്സ് ഉണ്ട്. കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഓണം, ക്രിസ്മസ്, വുമൻസ് ഡേ, അല്ലെങ്കിൽ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡേ, സ്റ്റാർട്ടപ്പ് ഡേ, എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു വെർച്വൽ കോളേജ് തന്നെയാണ് ഇത്. ജസ്റ്റ് നമ്മുടെ കോളേജിൽ ഇവന്റ്സ് നടക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഫംഗ്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതനുസരിച്ചുള്ള ഗസ്റ്റും ആൾക്കാരും കാണും, പ്രോഗ്രാംസ് കാണും, കോമ്പറ്റീഷൻസ് കാണും. എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സെഷൻസും അല്ലെങ്കിൽ ഓരോ കരിക്കുലർ ഇവന്റ്സും നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് അപ്സ്കില്ലിംഗ് കരിയർ ഗൈഡ്, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് മാത്രമല്ല, നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹെൽപ്ഫുൾ ആകുന്ന കേസസും നമ്മൾ ചെയ്യാറുണ്ട്. അതായത് എന്തെങ്കിലും കരിയർ ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വലിയ വലിയ ആൾക്കാരും അതിന് നമുക്കൊരു പ്രചോദനം കിട്ടുന്ന രീതിയിലുള്ള ആൾക്കാർ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള സെഷൻസും, അല്ലെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള സെഷൻസ് അറേഞ്ച് ചെയ്യാറുണ്ട്. കാത്തിരുന്ന നമ്മളുടെ ടൈം ടേബിൾ ഓൾറെഡി നിങ്ങൾ ഏകദേശം ഒക്കെ ഒരു ഐഡിയ കണ്ടു കാണും. ടൈം ടേബിൾ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. ടൈം ടേബിൾ എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്ന് കാണും. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ട ഓഗസ്റ്റ് 11 തൊട്ട് നമ്മുടെ സബ്ജക്ട് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് നോക്കുക, ഒരു 10:30, 7 മണി, 7:30 എന്നൊക്കെ ടൈം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടൈം അങ്ങനെ നോക്കണ്ട, ചിലർക്ക് ടൈം ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒരു ടൈം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ കംഫർട്ടബിൾ ടൈം അനുസരിച്ച് നമുക്ക് അതിൽ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് 11 ഓഗസ്റ്റ് 11-നാണ് നമ്മുടെ ഇത് പറഞ്ഞത്. അതായത് ഇന്നലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് BCOS 183-യുടെ ബ്ലോക്ക് 1-ന്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഇന്നലെ കവർ ചെയ്യേണ്ടത്. ഇന്നലെ രാവിലെയും വൈകിട്ടുമായിട്ട്, അതായത് പെർ ഡേ 1 അവർ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോർഷൻ അങ്ങ് കവർ ചെയ്യുക. ദെൻ 12-ാം തീയതി, അതായത് ഇന്ന് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്താണ്, ബ്ലോക്ക് 1-ന്റെ ലെസൺ 2. അതേപോലെ തന്നെ അത് ചെറിയ പോർഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് 1-ന്റെ ലെസൺ 3യും കൂടെ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കവർ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ ഇത് നോക്കാതെ നിങ്ങൾ ചെയ്യേണ്ട അതാത് ദിവസം തന്നിരിക്കുന്ന പോർഷൻസ്, അതായത് ഇന്നലെ ഇത് ഇൻട്രൊഡക്ഷൻ കവർ ചെയ്യണമായിരുന്നു. ഇന്ന് എന്ത് ചെയ്യണം, ലെസൺ 1-ഉം ലെസൺ 2-ഉം കവർ ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്ത് എല്ലാ സബ്ജക്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സബ്ജക്ട് എടുത്ത് അങ്ങ് പഠിച്ചു തീർക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്ട് എടുക്കുക എന്ന രീതിയിൽ പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതിനകത്ത് വരുന്നത് BCOS 183-യുടെ ഫസ്റ്റ് ലെസൺ ഇന്നലെയും സെക്കൻഡും തേർഡും ഇന്ന് കൊണ്ടും കവർ ചെയ്യണം. ലെസൺ 4 ആണ് വരുന്നത്, അങ്ങനെ ബ്ലോക്ക് 1 കവർ ആവുന്നു. ബ്ലോക്ക് 1 കവർ ആയിക്കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഒരു റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറയുന്നത് ലൈവ് മാത്രമല്ല, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് വരിക, റിവിഷൻ ക്ലാസ് വരിക. റിവിഷൻ ക്ലാസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിലായിരിക്കും. നമുക്ക് കറന്റ് ഓറിയന്റേഷൻ നടക്കുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ് ലൈവ് നടക്കത്തില്ല. ഇത് കഴിയുമ്പോഴത്തേന്, അതായത് ഓറിയന്റേഷൻ കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നതായിരിക്കും. അന്നേരത്തേന് ഈ പോർഷൻസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോ ഇന്നലെ പോർഷൻ കവർ ചെയ്തില്ല എങ്കിൽ, പെൻഡിങ് കിടപ്പുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു വീക്കിൽ തന്നെ ഈ ഒരാഴ്ചയിലെ പെൻഡിങ് പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ നോക്കുക. കൂടുതൽ മുന്നോട്ടിടാൻ നോക്കരുത്.
ഈ ഒരു ജസ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ ആകുമ്പോഴത്തേന് ബ്ലോക്ക് 2ന്റെ ലെസൺ 8 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വീക്കെൻഡിലാണോ പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നൈറ്റിലാണോ പഠിക്കാൻ പറ്റുന്നത്, എപ്പോഴാണോ പഠിക്കാൻ പറ്റുന്നത് അന്നേരം ആ പോർഷൻ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്ന ദിവസം നമുക്ക് ഓരോ ദിവസം ഇരിക്കാൻ പറ്റാത്തവർ കാണും ചിലപ്പോൾ, ഓവർ ടൈമും ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാ. അപ്പൊ അത് എപ്പോഴാണോ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പറ്റുന്നത് അന്നേരം പോർഷൻ കവർ ചെയ്യാൻ നോക്കുക. ആ ദിവസമെന്നോ ആ ടൈമെന്നോ നോക്കാൻ നിൽക്കാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ പോർഷൻസ് മസ്റ്റ് ആയിട്ട് വീക്ക്ലി, ഡെയിലി ആ പോർഷൻ, വീക്ക്ലി ആ പോർഷൻ എന്ന രീതിയിൽ കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ താഴോട്ട് പോകുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതാനുള്ള ഒരു ടൈമും എല്ലാം സ്റ്റഡി ലീവും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം നവംബർ ഡിസംബർ വരെയുള്ള ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. കിട്ടാത്തവർ മെന്റേഴ്സിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ LSCസിനോട് ചോദിച്ചാൽ മതി, ഷെയർ ചെയ്ത് തരും. ഈ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആണ് നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ടൈം ടേബിൾ നിങ്ങൾ കണ്ടു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? നമ്മൾ സ്ഥിരം ഇത്രയും ദിവസം ചെയ്ത ഒരു പ്രോസസ്സ് തന്നെ, ആക്ഷൻ ടാസ്ക് അല്ലേ? ഓരോ സെഷൻസിലും നമ്മൾ ആ സെഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ നമ്മൾ നോക്കിയ, അതായത് ഇന്ന് നമ്മൾ നോക്കിയത് സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു അല്ലെ? അപ്പൊ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ, എല്ലാ സെഷൻസിലും നമ്മൾ കണ്ടു വന്ന ഒരു കാര്യമായിരുന്നു ആക്ഷൻ ടാസ്ക്. അത് ഓരോ സെഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഹൊറിസോണ്ടൽ ഫോംസ് ആയിരുന്നു ഫസ്റ്റ് തന്നത്. സെഷൻ വന്നപ്പം സെക്കൻഡ് വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ സെഷൻസുമായിട്ടുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെന്റും നിങ്ങളുടെ ആക്റ്റീവ്നെസ്സും നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവായി എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ഈ ഓരോ സെഷൻസും അല്ലെങ്കിൽ ഈ ഓരോ ആക്ഷൻ ടാസ്കും തരുന്നത്. അപ്പൊ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് എഴുതി അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനോട് LSCയോട് അത് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുക. കാരണം അവർക്ക് അന്നേരം ആ റെസ്പോൺസസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് നോക്കാം എന്താണെന്ന്. ഇന്നത്തെ ആക്ഷൻ ടാസ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് നമ്മളുടെ മെയിൽ ID സാധാ ഗൂഗിൾ ഫോം തന്നെയാണ്. ഗൂഗിൾ ഫോമിൽ എന്താണ് ഏതാണെന്ന് കൊടുക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ മെയിലും കാര്യങ്ങളും കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പേര് കൊടുക്കുന്നു. പേര് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കോഴ്സ് ആണ് വരുന്നത്. കോഴ്സിന്റെ അവിടെ നമ്മളുടെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോഴ്സ് നമ്മുടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടല്ലോ, ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസൈൻഡ് മെന്റർ ആരാണ്, നമ്മളുടെ മെന്റർ അല്ലെങ്കിൽ SSC ആരാന്ന് കൊടുക്കുക. ദെൻ റാങ്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്നത്. അതൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പം ഒരു ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് മൊത്തത്തിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലെങ്കിൽ കേട്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട്സിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ട എന്ന രീതിയിൽ നമ്മുടെ സബ്ജക്ട്സിനെ റാങ്ക് ചെയ്യുക. അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിനെ റാങ്ക് 1 എന്ന രീതിയിൽ ആ സബ്ജക്റ്റും, ദെൻ അടുത്ത ഇഷ്ടപ്പെട്ടതിനെ റാങ്ക് 2, അങ്ങനെ ഏറ്റവും, അതായത് വലിയ ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും വലിയ ഇതല്ല എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നതിന് ഏറ്റവും ലാസ്റ്റ് റാങ്ക് എന്ന രീതിയിൽ നമ്മുടെ 8 സബ്ജക്റ്റുകൾ, നമുക്ക് ഉള്ള സബ്ജക്ട്സ് എത്ര എന്ത് ചെയ്യുക, നമ്മൾ റാങ്ക് ചെയ്യുക. റാങ്ക് ചെയ്തിട്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, അത് ഏത് സബ്ജക്ട്, അതായത് റാങ്ക് 1 കൊടുത്ത സബ്ജക്ട് അത് ഏത് സബ്ജക്റ്റ് ആണെന്നും അത് എന്തുകൊണ്ട് കൂടുതലായിട്ട് മറ്റുള്ളവരിൽ കൂടുതലായിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്നും അതിന് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ടു അതും കൊടുക്കുക. മറ്റുള്ളവരെക്കാട്ടും എന്തുകൊണ്ട് അതിന് ഇഷ്ടക്കുറവ് വന്നു എന്നതും കൊടുക്കുക റീസൺ. നെക്സ്റ്റ് വരുന്നത് യുവർ ലേണിംഗ് ഇന്റൻഷൻ, അതായത് നമ്മൾ ഇതിനു വേണ്ടിയാണ് ഈ ഒരു ഡിഗ്രി എടുക്കുന്നത്. എന്താണ്, ജസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയാണോ, മാർക്കിനേക്കാൾ ഉപരി ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയാണോ? അങ്ങനെ നമ്മൾ ഈ ഒരു കോഴ്സ് പർട്ടിക്കുലർലി സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതിന് നമുക്ക് ടിക്ക് ചെയ്യാം. അതാണ്, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനത്രയും നമുക്ക് ടിക്ക് ചെയ്യാം. എന്തുകൊണ്ടാണോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ്, അതായത് BFTTM എടുത്തത്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. വീക്ക്ലി സ്റ്റഡി സ്ലോട്ട്, അതായത് നമുക്ക് വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് നമ്മൾ എന്താണോ ഫിക്സ് ചെയ്യുന്നത് അത് നിങ്ങൾ കൊടുക്കുക. നോർമലി നിങ്ങൾക്ക് എന്തായിരിക്കും, ഒന്നെങ്കിൽ വീക്ക് ഡേ മോർണിംഗിലായിരിക്കും അല്ലെങ്കിൽ വീക്ക് ഡേ ഈവനിങ് ആയിരിക്കും, സാറ്റർഡേ ആണോ എപ്പോഴാണ്, അല്ല ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്താണെങ്കിൽ അതേഴ്സ് ഒന്ന് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഇത് ടൈപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കറന്റ് ഇപ്പോഴുള്ള പ്ലാൻ എന്താണോ അത് കൊടുക്കുക.
നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എല്ലാം കേട്ടല്ലേ? സെഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കറന്റ് എവിടാണ്? ജോയിൻ ചെയ്തപ്പോഴല്ല, കറന്റ് എന്നാൽ എനിക്ക് പഠിക്കാം, മുന്നോട്ട് ചെയ്യാം, എനിക്ക് എടുക്കാൻ പറ്റും എന്ന രീതിയിൽ തോന്നുന്നുണ്ടോ? ഏറ്റവും നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് 5 കൊടുക്കാം. ഹൈ കോൺഫിഡൻസ് ആണെങ്കിൽ. അല്ല, ഇത്തിരി കുറവാണെങ്കിൽ 4 കൊടുക്കാം. ഏറ്റവും കുറവ് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ 1 കൊടുക്കാം. നോർമലി ഇപ്പൊ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് 4ഓ 5ഓ കോൺഫിഡൻസ് വരാനുള്ള ഒരു ടൈം ആയി. അപ്പൊ നിങ്ങൾ നോക്കുക. ഇതിപ്പം ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ കോൺഫിഡൻസ് ലെവൽ തോന്നുന്നത് അത് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് വിറ്റ് കൊടുക്കുക. ഇത് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് വരുന്നത്. Then നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി. നമുക്ക് എല്ലാ സെഷൻസും നമ്മളിപ്പം ടേം ആൻഡ് എക്സാമിന്റെ കാര്യവും ഫാസ്റ്റ് ട്രാക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ടൈം ടേബിൾ ഡിസ്കസ് ചെയ്തു. ആക്ഷൻ ടാസ്കും ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് മൊത്തത്തിൽ പഠിച്ചത് അതൊന്ന് അല്ലെങ്കിൽ ഓർത്തത് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രോഗ്രാം എന്താണ്, കോഴ്സസ് എന്തൊക്കെയായിരുന്നു, ബ്ലോക്കുകൾ, യൂണിറ്റുകൾ അവയെല്ലാം നോക്കി ഏതൊക്കെയാണ്. പിന്നെ റെക്കോർഡഡ് വീഡിയോസ്, ഹെൽപ്പ് ബുക്ക്, എക്സാം പീഡിയ, അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്, എവിടൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീക്ക്ലി സ്ലോട്ട്സും കാര്യം പഠിത്തം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ കിട്ടി അല്ലെ? ആ ടൈം ടേബിൾ എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ അതനുസരിച്ചുള്ള ആക്ഷൻ ടാസ്ക്, ഇത് ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിനകത്ത് നമ്മൾ കവർ ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ആരെങ്കിലും ഇനി ഹൊറിസോൺ ഫോംസ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനോട് ഡൺ എന്ന രീതിയിൽ നോട്ടിഫൈ ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രൊഫൈല് ആണ് ഹൊറിസോൺ എന്ന് പറയുന്നത്. ലേൺവൈസിലെ നിങ്ങളുടെ പ്രൊഫൈലാണ് ഹൊറിസോൺ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പെർട്ടിക്കുലർ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സെഷനാണ് ആ ഹൊറിസോൺ ഫോം. അതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്നല്ല നമ്മൾ ആദ്യത്തെ സെഷനകത്ത് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്.